പത്തനംതിട്ടയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി എൻ.ഡി.എ ക്യാമ്പുകൾ സജീവമാവുകയാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും ചൂടുപിടിക്കുകയാണ്. ഈ വാർത്ത, പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത, വരും ബുള്ളറ്റിനുകളിലും ഞങ്ങൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട യാത്ര എന്നത് ഭാരത് ജോഡോ ന്യായ് യാത്രയാണ്. ആ യാത്ര അവസാന ഘട്ടത്തിൽ എത്തുകയാണ്. ചൊവ്വാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഈ യാത്ര പ്രവേശിച്ചത്. ഈ യാത്രയാണ് മറ്റന്നാൾ സമാപിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം കോൺഗ്രസിനും ഔദ്യോഗികമായി ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ വേഗത്തിലാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എം.ജി. മിഥുൻ ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്, അതിനിടയിൽ ഇങ്ങനെയൊരു യാത്ര ആവശ്യമില്ല എന്ന് വിലയിരുത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയും വലിയ വിജയം എന്നാണല്ലോ പൊതുവെ വിലയിരുത്തുന്നത്. അഭിലാഷ്, ജനുവരി 14 മണിപ്പൂരിലെ തൗബാലിൽ നിന്നാണ് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. മുൻ യാത്ര, അതായത് ഭാരത് ജോഡോ യാത്രയെ അപേക്ഷിച്ച് അന്ന് പദയാത്രയായിരുന്നുവെങ്കിൽ ഇതൊരു വാഹനത്തിൽ പ്രചരണ യാത്ര, അതായത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരത്തിൽ പദയാത്ര മാറ്റി വാഹനത്തിൽ പര്യടനം നടത്താൻ രാഹുൽ ഗാന്ധിയും സംഘവും തീരുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നീട് യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നു പോവുകയും ചെയ്തു. യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അതിൽ അസമിലായിരുന്നു വലിയ രീതിയിൽ ഈ യാത്ര സംഘർഷഭരിതമാവുകയും ചെയ്ത് വലിയ രീതിയിൽ യാത്രയ്ക്ക് നേരെ ഈ സംഘർഷം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ തന്നെ അവിടെ വെച്ച് പലയിടങ്ങളിലും യാത്രക്ക് ഈ അനുമതി നിഷേധിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. മുഖ്യമന്ത്രി അവിടെ നേരിട്ട്, ഹിമന്ത ബിശ്വ ശർമ്മ നേരിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്നത് കണ്ടു. അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും കോടതി സമീപിക്കുകയും ചെയ്തൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് പിന്നീട് യാത്ര ഈ മാസം 20 വരെ, അതായത് മാർച്ച് 20 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ യു പിയിലെ പശ്ചിമ മേഖലയിൽ ചില ഭാഗങ്ങളിൽ യാത്ര ഒഴിവാക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് 5 ദിവസം മുൻപ് യാത്ര ഇപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യഘട്ട യാത്രയിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് കിട്ടിയ അത്ര ഒരു പ്രീതി ഈ ഒരു യാത്രയ്ക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും നേതൃത്വത്തിലുണ്ട്. എന്തായാലും ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കുക, ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം കൂടി കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സമാപന ചടങ്ങുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റന്നാൾ മുംബൈയിലെ ശിവാജി പാർക്കിലാണ് സമാപന സമ്മേളനം അണിനിരക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട എല്ലാ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പങ്കെടുക്കുമെന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മമതാ ബാനർജി, നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ സന്ദർശനം തുടരവേ പശ്ചിമ ബംഗാളിൽ യാത്രയിൽ പങ്കെടുക്കാതിരുന്ന് നമ്മൾ കണ്ടു. മമതയുടെ അസാന്നിധ്യം നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ നിരവധി സംഘർഷങ്ങളും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉൾപ്പെട്ടതായിരുന്നു ഈ ഒരു യാത്ര എന്നുള്ളത് തന്നെയാണ്. മുംബൈയിൽ വെച്ചാണ് അദ്ദേഹം മഹിളാ ന്യായ് പദ്ധതി അടക്കം പ്രഖ്യാപനം നടത്തുന്നത്. അതായത് വനിതകൾക്ക് 50% സർക്കാർ ജോലി ഉറപ്പുവരുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ പദ്ധതികളൊക്കെ അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും മറ്റന്നാൾ നടക്കുന്നത് ഒരു ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ശക്തി പ്രകടനം കൂടിയായി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തന്നെ ഈ ഒരു യാത്രയുടെ സമാപന വേദിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെയാണ് നേതൃത്വം കരുതുകയും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്നത്. മിഥുൻ സൂചിപ്പിക്കുന്നതനുസരിച്ച് ആദ്യ യാത്രയ്ക്ക് ലഭിച്ച അത്രയും വലിയ സ്വീകാര്യത ഈ യാത്രയ്ക്ക് ലഭിച്ചില്ല എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് പാർട്ടിക്ക് എന്നുള്ളതാണ്. യാത്ര തുടരുന്നതിനിടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ പാർട്ടി വിട്ടുപോയത്, അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കൾ ജാതിയുടെ ഭാഗം ആകാതിരുന്നത് ഒക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും യാത്രയ്ക്ക് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തുന്നത്.